എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം കേരളത്തിൽ പൊതുവെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ഏറ്റവും ചൂട് കൂടുതലൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പല ആളുകളും AC വാങ്ങാൻ പോകുന്ന ഒരു തിരക്കിലാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് AC വാങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഡിസംബർ, ജനുവരി സമയങ്ങളിലാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ആ സമയത്ത് വാങ്ങുന്നതാണ് ഏറ്റവും ലാഭകരം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇപ്പോൾ ഈ ചൂട് കൂടുന്ന സമയത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും നമ്മൾ അത് വാങ്ങാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ. നമുക്കറിയാം പത്ര മാധ്യമങ്ങളിലൊക്കെ ദിവസേന ഇതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളാണ്. ഇപ്പോൾ പത്രം എടുത്ത് നോക്കിയാൽ ഫുൾ പേജ്, ഫ്രണ്ട് പേജ് എന്നും ഓരോ ഷോപ്പുകളുടെ പരസ്യമാണ്. അപ്പോൾ അതിൽ പലതരം പരസ്യങ്ങളുണ്ട്. 19,990 രൂപയ്ക്ക് AC കിട്ടും, അല്ലെങ്കിൽ സീറോ, നമ്മൾ ഒരു പൈസയും അടയ്ക്കാതെ നമുക്ക് EMI സ്കീമിൽ AC കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് ധാരാളം പരസ്യങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ഒരു റൂമിലേക്ക് AC വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിലേക്കാണെങ്കിൽ ആ വീട് ഉണ്ടാക്കുമ്പോൾ തന്നെ അതിന് അനുയോജ്യമായ രീതിയിലുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉണ്ടാക്കിയ ഒരു വീട്ടിലേക്ക് നമ്മൾ AC വെക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അറിയാവുന്ന ആളുകളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവരാണെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് ഒരു ഷോപ്പിലേക്ക് AC വാങ്ങാൻ വേണ്ടി പോകുന്നു. പോയി കഴിയുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ നമ്മളോട് കുറേ കാര്യങ്ങൾ പറയുന്നു, കുറേ ഫീച്ചേഴ്സ് പറയുന്നു, പല ടൈപ്പ് കമ്പനികളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു, അതിലെ ഓഫറുകളെ കുറിച്ച് പറയുന്നു, അല്ലേ? അപ്പം നമ്മളോട് ചോദിക്കും എത്ര ടൺ AC വേണം. അപ്പം നമ്മൾ പറയും നമ്മുടെ റൂം ഏകദേശം ഇത്രയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയും ഇത്ര ടൺ AC മതിയാവും അവിടേക്ക്. അങ്ങനെ നമ്മളൊരു AC കൊണ്ടുവരുന്നു, നമ്മൾ അത് ഫിറ്റ് ചെയ്ത് ഉപയോഗിച്ച് കുറച്ച് കാലം കഴിയുമ്പോഴാവും നമുക്ക് മനസ്സിലാവുക നമ്മൾ ഉദ്ദേശിച്ച പോലെയുള്ള ഒരു കൂളിംഗ് അവിടെ കിട്ടുന്നില്ല. അപ്പോൾ അതിന് നമ്മൾ പറയുക പൊതുവെ ആ ബ്രാൻഡ് മോശമാണ്, അല്ലെങ്കിൽ ആ ACയുടെ കൂളിംഗ് കുറവാണെന്നൊക്കെ പറയാറുണ്ട്. ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതല്ല. നമ്മളൊരു റൂമിലേക്ക് AC വെക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് റൂമിൻ്റെ സൈസ് തന്നെയാണ്. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് 80 മുതൽ ഒരു 130 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഒരു സാധാരണ റൂമൊക്കെ ആണെങ്കിലും അവിടെ ഒരു ടൺ AC മതി. ഒരു 130 മുതൽ 180 വരെ സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്ന റൂമുകളിലേക്ക് ഒരു 1.5 ടൺ AC ഒക്കെ അനുയോജ്യമായതാണ്. ഇനി 180 സ്ക്വയർ ഫീറ്റിനേക്കാളും മുകളിലേക്ക് ആകുമ്പോൾ നമ്മൾ 2 ടണ്ണ് ആ രീതിയിൽ നമ്മൾ കപ്പാസിറ്റിയുള്ള AC ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയും. അവിടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു 130 സ്ക്വയർ ഫീറ്റ് വരെയുള്ള റൂമിലേക്ക് ഒരു ടൺ AC മതി എന്ന് പറഞ്ഞു. ഇനി ആ റൂമിൻ്റെ പൊസിഷൻ നമുക്ക് നോക്കണം. അതായത് ഗ്രൗണ്ട് ഫ്ലോറിലാണോ അപ്സ്റ്റെയറിലാണോ, അതേപോലെ തന്നെ ആ റൂമിൽ എത്ര വിൻഡോസ് ഉണ്ട്, ആ വിൻഡോസിൻ്റെ വലുപ്പം എത്രയാണ്, അതേമാതിരി ഡോറിൻ്റെ വലിപ്പം എത്രയാണ്, അതേപോലെ തന്നെ ആ റൂം ശരിക്കും ബെഡ്റൂം ആണോ അല്ലെങ്കിൽ ഹോളാണോ, എന്താണ് അവിടുത്തെ പേർപ്പസ്, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂമാണ്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ടുള്ള നമുക്കൊരു ടൺ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമുക്ക് വലിയ 2-3 ജനലൊക്കെ ഉള്ള ഒരു വീടൊക്കെ ആണെങ്കിലും അപ്പോൾ ആ ജനലിൻ്റെ അവിടെയൊക്കെ ചൂടുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ചൂടൊക്കെ എന്ത് ചെയ്യണം, നമുക്ക് തണുപ്പിക്കേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ കുറച്ചും കൂടി കപ്പാസിറ്റി കൂടിയ AC വെക്കാവും, നമ്മൾ കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലത്. അതേപോലെ തന്നെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന ഭാഗത്താണ് നമ്മുടെ റൂം വരുന്നത്. അവിടെ ആണെങ്കിൽ എന്താവും, ആ ഭാഗത്തുള്ള ചുമരിലേക്ക് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞത് റൂമിന്റെ വലിപ്പം. ആ വലിപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ധാരണ വേണം. അത് നമ്മൾ കൃത്യമായിട്ട് കണക്ക് കൂട്ടിയിട്ട് നമ്മൾ തീരുമാനിച്ച് വേണം ഒരു ഷോപ്പിലേക്ക് AC വാങ്ങാൻ പോകാൻ. ഇനി ഇതിൽ തന്നെ വേറൊരു കാര്യമുണ്ട്, ISEER റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് റേറ്റിംഗ് ഉണ്ട്. അതായത് ഇന്റർനാഷണൽ സീസണൽ എനർജി എഫിഷ്യൻസി റേറ്റിംഗ് എന്ന് പറയും. അപ്പൊ ആ ഒരു റേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 5 പോയിന്റ്, 4 പോയിന്റ്, ഇങ്ങനെ പല വാല്യൂസ് ഉണ്ടായിരിക്കും. ആ വാല്യൂ നമ്മൾ കൃത്യമായിട്ട് നോക്കണം. അതേപോലെ തന്നെ കൂളിംഗ് കപ്പാസിറ്റി, ആ സ്റ്റാർ ലേബലിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടാവും കൂളിംഗ് കപ്പാസിറ്റി ഇത്ര വാട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോൾ പല കമ്പനികളും പരസ്യം ചെയ്യുമ്പോൾ 1.5 ടൺ അല്ലെങ്കിൽ 1 ടൺ AC എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഈ കൂളിംഗ് കപ്പാസിറ്റി നോക്കുമ്പോൾ ചിലപ്പോൾ അത്ര ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അതൊരു ചീറ്റിംഗ് ആണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 ടൺ AC എന്ന് പറയുമ്പോൾ ശരിക്കും 3517 വാട്ട്സ് ആണ് കൂളിംഗ് കപ്പാസിറ്റി വേണ്ടത്. അപ്പോൾ 3517 വാട്ട്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് 1 ടൺ AC എന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണമായിട്ട് ഒരു ACയുടെ മുകളിൽ കൂളിംഗ് കപ്പാസിറ്റി 3200 വാട്ട്സ് എന്നാണ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 3200 ഹരിക്കണം 3517, അപ്പോൾ ഒരു 0.91 എന്നൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം അത് 1 ടൺ കപ്പാസിറ്റി ഇല്ല. അങ്ങനത്തെ ഒരു AC നമ്മൾ കൊണ്ടുവച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലുള്ള ഒരു കൂളിംഗ് കിട്ടില്ല. അതേമാതിരി ഇപ്പോൾ ഒരു ACയുടെ മുകളിൽ 5000 വാട്ട്സ് എന്നാണ് കൂളിംഗ് കപ്പാസിറ്റി കാണുന്നത് വിചാരിക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 5000 വാട്ട്സ് ആണെങ്കിൽ 5000 ഡിവൈഡഡ് ബൈ 3517, അപ്പോൾ നമുക്ക് 1.4 സംതിങ് കിട്ടാം. പക്ഷേ ഈ ബ്രാൻഡുകൾ എന്ത് ചെയ്യും, അത് 1.5 ടണ്ണിൻ്റെ AC ആണെന്ന് പറഞ്ഞാൽ നമ്മളതിനെ
പറ്റിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മളത് പ്രത്യേകിച്ച് നോക്കണം. കൂളിംഗ് കപ്പാസിറ്റി അതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കും. അത് നോക്കി നമ്മൾ ഈ 3517 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ടണ്ണേജ് കിട്ടും. അതേപോലെ തന്നെ 3 സ്റ്റാർ AC ഉണ്ട്, 5 സ്റ്റാർ AC ഉണ്ട്, 4 സ്റ്റാർ ഉണ്ട്. ഏറ്റവും കൂടുതലായിട്ട് മാർക്കറ്റിൽ കാണുന്നത് 3 സ്റ്റാറും 5 സ്റ്റാറാണ്. അവിടെ തന്നെ ശ്രദ്ധിക്കണം, ഈ 3 സ്റ്റാർ 5 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ ഈ റേറ്റിങ്ങിന് ഒരു കാലാവധി ഉണ്ട്, ഒരു വാലിഡിറ്റി ഉണ്ട്. അതിൻ്റെ മുകളിലുണ്ടായിരിക്കും. ഇന്ന കൊല്ലം മുതൽ ഇത്ര കൊല്ലം വരെ ഉണ്ടാവും. മിക്കവാറും 2025 ഡിസംബർ മാസം വരെയാണ് കൂടുതലായിട്ടുള്ളത്. ഇപ്പൊ 2026 പുതിയ ബ്രാൻഡാണ് വരിക. പുതിയ ബ്രാൻഡിന് എന്തായാലും വില കൂടുകയും ചെയ്യും. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് നോക്കണം. അപ്പൊ ഇതിലെന്താ ഒരു കാര്യം വെച്ചാൽ ഈ സ്റ്റാർ റേറ്റിംഗ് പുതിയ ലേബലിംഗ് വരുമ്പോൾ സ്റ്റാർ റേറ്റിംഗ് 1 സ്റ്റാർ താഴേക്കാണ് പോവുക. ഉദാഹരണമായിട്ട് ഇപ്പൊ 5 സ്റ്റാർ എന്ന് പറയുന്ന ഒരു AC ആണെങ്കിലും അതിന്റെ കാലാവധി ഡിസംബർ 2025 വരെയാണെങ്കിലും അത് പുതിയ റേറ്റിംഗ് വരുമ്പോൾ അത് 4 സ്റ്റാറിലേക്ക് ചുരുങ്ങാണ്, ഒരു സ്റ്റെപ്പ് താഴേക്ക് പോകും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാരണം. അപ്പോൾ ഈ സ്റ്റാർ റേറ്റിംഗ് കുറയാന്ന് പറയുമ്പോൾ എനർജി എഫിഷ്യൻസി കുറയാണ് ചെയ്യുന്നത്, കറണ്ടിന്റെ ഉപയോഗം കൂടുകയും ചെയ്യും. അപ്പോൾ അത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്റ്റാർ റേറ്റിംഗ്. ഇനിയുള്ള ഒരു സംശയം, നമ്മൾ 3 സ്റ്റാർ AC വാങ്ങണോ 5 സ്റ്റാർ AC വാങ്ങണോ എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് 5 സ്റ്റാർ AC വാങ്ങുന്നത് തന്നെയാണ്. കാരണം എനർജി എഫിഷ്യൻസി ഏറ്റവും കൂടുതലുള്ളത് 5 സ്റ്റാർ ACക്കാണ്. അതായത് നമ്മുടെ കറണ്ട് ബില്ലിൽ ഗണ്യമായിട്ട് ഒരു കുറവ് ഉണ്ടാക്കാൻ ഈ 5 സ്റ്റാർ ACക്ക് പറ്റുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 3 സ്റ്റാറും 5 സ്റ്റാറും AC തമ്മിൽ 5000 രൂപയുടെ മുകളിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഏത് വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉപയോഗമാണ് അവിടെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പം നമുക്ക് ഈ ചൂടുള്ള 2-3 മാസങ്ങളിൽ ഒരു 2-3 മണിക്കൂറൊക്കെ ദിവസേന നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂവെങ്കിൽ ഒരു 3 സ്റ്റാർ വാങ്ങിയാലും മതി. ഇപ്പോൾ കൂടുതൽ ഉപയോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് 5 സ്റ്റാർ വാങ്ങുന്നത് തന്നെയാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏത് ബ്രാൻഡ് വാങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ ഏത് ബ്രാൻഡ് വാങ്ങുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ സർവീസാണ്, അതായത് ആഫ്റ്റർ സർവീസ് ആണ്. അപ്പോൾ ആ സർവീസ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള, അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും ഓരോ ബ്രാൻഡുകളുടെ ഈ സർവീസിൽ മാറ്റേണ്ടതായിരിക്കും. ഇപ്പം ചില ബ്രാൻഡുകൾ ചില സ്ഥലങ്ങളിൽ നല്ല സർവീസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ നോക്കുക. പിന്നെ കുറേ ബ്രാൻഡുകളുണ്ട്, അവർ തന്നെ ബ്രാൻഡ് നല്ലതാവുമ്പോൾ അതിൻ്റെ വിലയും അതിനനുസരിച്ച് കൂടുമെന്നുള്ളതാണ്. ഇപ്പോൾ 1 ടണ്ണ് AC ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സാധാരണ അവസ്ഥയിൽ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 30,000-നും 35,000-നും ഉള്ളിലൊക്കെ റേഞ്ച് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്കറിയാം വിദേശ ബ്രാൻഡുകളുണ്ട്, ഇന്ത്യൻ ബ്രാൻഡുകളുണ്ട്, കുറേ ബ്രാൻഡുകളുണ്ട്. ഞാൻ ഇന്ന ബ്രാൻഡ് വേണമെന്ന് പറയണില്ല, പക്ഷെ നമ്മുടെ ലൊക്കേഷനിലേക്ക് നമുക്ക് ഏറ്റവും നന്നായിട്ട് സർവീസ് ലഭിക്കുന്നത് ഒന്ന് നമ്മൾ നോക്കാം. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിന്റെ വാറന്റിയാണ്. ഇപ്പൊ നമുക്കറിയാം ഒരു AC-ക്ക് ഫുൾ വാറന്റി ഇപ്പോൾ പല കമ്പനികളും 5 വർഷം വരെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 5 വർഷം ഫുൾ വാറന്റി കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പിന്നെ അവർ ഒരു 5 വർഷം കൂടി അഡീഷണൽ ആയിട്ട് കംപ്രസറിന് മാത്രം വാറന്റി കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഫുൾ വാറന്റി എന്ന് പറയുമ്പോൾ അതിന്റെ സർക്യൂട്ട് ബോർഡ് അടക്കമുള്ള ഒരു വാറന്റിയാണ്. അപ്പോൾ AC-ക്ക് വരുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡിൽ വരുന്ന കംപ്ലൈന്റുകളാണ്. അപ്പോൾ അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ സർവീസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പല ആളുകളും അത് സർവീസ് ചെയ്യാൻ തന്നെ താല്പര്യം കാണിക്കുന്നില്ല. അവർ പറയും ആ ബോർഡ് മൊത്തം റീപ്ലേസ് ചെയ്യാന്ന് പറയുക. അപ്പോൾ പുതിയൊരു ബോർഡൊക്കെ വെക്കുമ്പോൾ ഏകദേശം ഒരു 7,000-8,000 രൂപ ഒക്കെ റേഞ്ച് അതിന്റെ വില വരുന്നുണ്ട്. അപ്പൊ നമുക്ക് 5 വർഷമൊക്കെ ഒരു ഫുൾ വാറന്റി ഉള്ള ഒരു AC ഒക്കെ ആണെങ്കിൽ നമുക്ക് 5 വർഷം നമ്മൾ സേഫ് ആണെന്നുള്ളതാണ്. അതേപോലെ തന്നെ മിക്കവാറും കമ്പനികൾ കംപ്രസറിന് മൊത്തം 10 വർഷം വാറന്റി കൊടുക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ വാറന്റി ഫുൾ വാറന്റി ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം പരസ്യങ്ങൾ പല പ്രമുഖ ഷോപ്പുകളുടെയൊക്കെ പരസ്യങ്ങൾ കാണാറുണ്ടെന്നുള്ളത്. ഇപ്പം ഞാൻ ഈയിടെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു. ഒരാൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ബ്രാൻഡിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഒരു AC വാങ്ങിയിട്ട് 15-ലധികം ദിവസമായിട്ടുള്ള അത് വീട്ടിൽ കൊണ്ടു വെച്ചിരിക്കുകയാണ്. അത് ഇതുവരെ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഷോപ്പുകളെല്ലാം നോർമലി ഇൻസ്റ്റാളേഷൻ നടത്തുന്നത് അത് നമ്മൾ ആ ബ്രാൻഡുകളാണ്, ഏത് കമ്പനിയുടെ AC ആണോ ആ കമ്പനിക്കാർ വന്നിട്ടാണ് അതിന്റെ ഇൻസ്റ്റലേഷൻ നടത്തുക. എന്നാൽ പോലും ആ ഷോപ്പുകാർക്കും അതിൽ ചെറിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കാരണം ഇത് വല്ലാണ്ട് ഡിലേ ആവുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ മറ്റേ ആ കമ്പനികളെ ഇൻഫോം ചെയ്തിട്ട് കുറച്ച് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി പറയാറൊക്കെ ഉണ്ട്. വലിയ ഷോപ്പുകളിലും വാങ്ങിയവരുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ വാങ്ങുമ്പോഴുള്ള ആ ഒരു താല്പര്യം അവർ പിന്നെ ആഫ്റ്റർ സർവീസിന് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവർ കാണിക്കുന്നില്ല. പലരും ഫോൺ പോലും എടുക്കാത്തൊരവസ്ഥയെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഷോപ്പിൽ, ഒരു ചെറിയ ഷോപ്പാണെങ്കിലും അവിടുന്ന് നമ്മൾ AC ഒക്കെ വാങ്ങുകയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഷോപ്പിൽ അറിയിച്ച് അവരെന്ത് ചെയ്യും, ആ കമ്പനി അറിയിച്ചിട്ട് അത് സർവീസ് നമുക്ക് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കി തരുന്നതാണ് നമ്മുടെ അനുഭവം കൊണ്ട് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിലയുടെ കാര്യത്തിലും നമ്മുടെ നാട്ടിലുള്ള ചെറിയ ഷോപ്പുകളിലാണ് കുറച്ചും കൂടി കുറവുണ്ടാവുക. കാരണം എന്താ വെച്ചാൽ ഈ വലിയ ഷോപ്പുകളൊക്കെ ഈ
പരസ്യം ചെയ്യുമ്പോൾ വലിയൊരു മാർജിൻ കാണിക്കുന്നുണ്ടെങ്കിലും നമ്മൾ മിക്കവാറും ആ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവർ ഈ പരസ്യത്തിൽ കാണിച്ചിട്ടുള്ള ആ റേറ്റുള്ള AC ഒന്നും ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. അതൊരു പരസ്യത്തിന് വേണ്ടി ചിലപ്പോൾ 1-2 പീസ് മാത്രമേ അവർ കയ്യിൽ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അവർ എപ്പോഴും MRPയിൽ നിന്നാണ് അവർ റേറ്റ് കുറച്ച് പറയുക. അപ്പോൾ MRP എന്ന് പറയുന്നത് പൊതുവെ കടകളിലൊന്നും പൊതുവെ നമ്മൾ ഒരു സാധനവും MRP റേറ്റിലൊന്നും വിൽക്കാറുണ്ടാവില്ല. അതിനെക്കാളും താഴ്ന്ന വിലയ്ക്ക് തന്നെയാണ് വിൽക്കാറുള്ളത്. അപ്പോൾ ഈ ഷോപ്പുകാർ, ഈ വലിയ ഷോപ്പുകാർ അല്ലെങ്കിൽ ഈ സൂപ്പർ മാർക്കറ്റുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ, ഇവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം MRP എന്നാണ് കുറച്ച് പറയുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ, നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നാം അറിയുന്ന ഒരു ഷോപ്പിൽ നിന്ന് പോയിട്ടൊക്കെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവരായിട്ടൊരു കമ്മ്യൂണിക്കേഷനും അതേപോലെ തന്നെ അവർ ഒന്നുകൂടി ഫാസ്റ്റ് ആയിട്ട് സർവീസൊക്കെ ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. എന്തായാലും സർവീസ് നമുക്ക് നൽകേണ്ടത് ഏത് കമ്പനിയാണോ ആ കമ്പനി തന്നെയാണോ, അതിൽ യാതൊരു സംശയമില്ല. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ AC നമ്മൾ റൂമിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, AC ഫിറ്റ് ചെയ്യാൻ വരുന്ന സർവീസ് എഞ്ചിനീയർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സീലിംഗിൽ നിന്ന് ഒരു 4 ഇഞ്ചെങ്കിലും താഴെ ആയിരിക്കണം എല്ലായ്പ്പോഴും നമ്മുടെ ഇൻഡോർ യൂണിറ്റ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പൊ ചില ആളുകൾ ഇത് ഫിറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവർ സൗകര്യം നോക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ സീലിംഗിൽ നിന്ന് ഒരു 4 ഇഞ്ചെങ്കിലും താഴെ നിന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിലൊരു കൂളിംഗ് താഴേക്ക് ലഭിക്കുള്ളൂ എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ ഇത് AC ഉപയോഗിക്കുന്ന സമയത്തും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ACയുടെ ഡീഫാൾട്ട് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 24 ഡിഗ്രിയാണ്. അപ്പോൾ 24 ഡിഗ്രിയേക്കാളും നമ്മൾ താഴേക്ക് ഇപ്പോൾ ഒരു 18 ഡിഗ്രിയോ 20 ഡിഗ്രിയോ ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കൂളിംഗ് കൂടും, പക്ഷെ കറണ്ടിന്റെ ഉപയോഗം എന്ത് ചെയ്യും, നല്ല രീതിയിൽ കൂടുകയും ചെയ്യും. ഇനി ഈ കറണ്ടിന്റെ ഉപയോഗത്തെ കുറിച്ച് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയണമെങ്കിൽ ആ സമയത്ത് നമ്മുടെ റൂമിന് പുറമേയുള്ള ടെമ്പറേച്ചർ എത്രയാണ് എന്ന് നമുക്കറിയണം. അതായത് ഇപ്പോൾ പുറമെ ടെമ്പറേച്ചർ ഒരു 35 ഡിഗ്രി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു 18 ഡിഗ്രിയിലാണ് AC ഇട്ടുണ്ടെങ്കിൽ AC നല്ലവണ്ണം വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ കറണ്ട് എന്തായാലും കൂടുതൽ എടുക്കും. അത് 3 സ്റ്റാർ ആണെച്ചാലും 5 സ്റ്റാർ ആണെച്ചാലും നന്നായിട്ട് ഉപയോഗിക്കും. അപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ 24, 25, 26 ശരിക്കും ഒരു 26 ഡിഗ്രി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള എഫിഷ്യൻസി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ കറണ്ടിന്റെ ഉപയോഗത്തിൽ നല്ലൊരു കുറവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് കമ്പനികളൊക്കെ മിക്കവാറും ഒരു 24 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ഡീഫാൾട്ട് ടെമ്പറേച്ചർ വെച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ മുകളിലേക്ക് ഇടുകയായിരിക്കും 24, 25, 26 ആ ഒരു റേഞ്ചിൽ നമ്മൾ ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ ACയുടെ ഒരു ഫിൽറ്റർ ഉണ്ട്. അത് നമ്മൾ ഒരു 3-4 മാസം കൂടുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ക്ലീൻ ചെയ്യണം. അങ്ങനെ ക്ലീൻ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു കൂളിംഗ് അതിന് ഉള്ളിലേക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് AC വാങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ AC വാങ്ങാൻ പോകുമ്പോൾ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊന്ന് മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മുടെ റൂമിന്റെ വലിപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഒരു ഷോപ്പിലേക്ക് പോയി AC വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പറയുന്ന കാര്യങ്ങളും നമ്മളെ നോക്കിയിട്ടുള്ള കാര്യങ്ങളും കമ്പയർ ചെയ്ത് നോക്കുക. പിന്നീട് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും നല്ല സർവീസൊക്കെ ലഭിക്കുന്ന വാറന്റി കൂടുതലുള്ള ഒരു AC നമ്മൾ തിരഞ്ഞെടുക്കാവും ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.